കേരള സർവകലാശാല യുവജനോത്സവ വേദിയിൽ KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതിൽ KSUവിന്റെ പ്രതിഷേധം. പ്രധാന വേദിയിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങി പോലീസും. ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥികളായ നിതിൻ തമ്പി, റൂബൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവിടെ വെച്ച് പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇത് എവിടെ വെച്ചാണ് പ്രതിഷേധിക്കേണ്ടത്? എത്ര കാലമേ നോർമലൈസ് ചെയ്യുകയാണ്. നോക്കി നിന്ന് പോലീസ് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഇത് വിദ്യാർത്ഥികളുടെ കലോത്സവമാണ്, SFIയുടെ കലോത്സവമാണ്. SFI ആണ് ഭരിക്കുന്നത് എന്നതിനർത്ഥം KSUകാർക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതാണ് പ്രതിഷേധത്തിന് പറ്റിയ സ്ഥലം. ഇവിടെ വെച്ച് ഞങ്ങൾ പ്രതിഷേധിക്കും. ഗോപാൽ ശിരാസനൽ കൂടുതൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, എന്താണ് അവിടെ ഉണ്ടായത്? ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധം ഏത് നിലക്കാണ്? കലോത്സവം 4ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ KSUവിന്റെ പ്രതിഷേധമാണ് പ്രധാന വേദിയായ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടക്കുന്നത്. ഈ കോളേജുകളിൽ, അതായത് KSU ഭരിക്കുന്ന യൂണിയനുകളുള്ള കോളേജുകളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളെ SFI പ്രവർത്തകർ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ KSU പ്രധാന വേദിയിലേക്ക് ഒരു ഉപരോധ സമരവുമായി എത്തിയിരിക്കുന്നത്. പ്രധാന വേദിക്ക് മുകളിൽ കയറി പ്രതിഷേധിക്കുകയായിരുന്നു ആദ്യം. പിന്നീട് പോലീസ് ഇടപെട്ട് ഇവരെ വേദിക്ക് താഴേക്ക് ഇറക്കി. ഇപ്പോൾ വേദിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. നെടുമങ്ങാട് ഇക്ബാൽ കോളേജ്, ഗവൺമെന്റ് ലോ കോളേജ്, തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ്, അതോടൊപ്പം തന്നെ മാരിവാനീസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധം. പ്രതിഷേധിക്കാം, അത് പുറത്ത് ഇവിടെ കല നടക്കുന്ന ഒരു വേദിയാണ്. ഇത്രയും വിദ്യാർത്ഥികളെയാണ് പ്രതിഷേധമല്ല. ഇതൊരിക്കലും ഒരു പ്രതിഷേധമല്ല, ഇത് വെറും പ്രഹസനമാണ്. മനസ്സിലാക്കുക. KSU പ്രവർത്തകർക്കെതിരെ രോഷം പ്രകടിപ്പിക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളെയാണ് നമ്മൾ കാണുന്നതിനൊപ്പം KSUവിന്റെ ഗവൺമെന്റ് ലോ കോളേജിലെ ചെയർപേഴ്സൺ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക്, വേദി ഉപരോധിക്കുന്ന തരത്തിലേക്ക് വന്നത്? വേദി ഉപരോധിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള യൂണിവേഴ്സിറ്റി കലോത്സവം നടക്കുന്നിടത്ത് KSUക്കാർക്ക് അത് കാണാനും അതിൽ പങ്കെടുക്കാനും അവകാശമില്ലെങ്കിൽ പിന്നെ എവിടെ ചെന്നാണ് പ്രതിഷേധിക്കേണ്ടത്? ഈ വേദിയില്, ഈ സെനറ്റ് ഹാളില് ഞങ്ങളുടെ ക്യാമ്പസിലെ കുട്ടികൾ പങ്കെടുത്ത ഒപ്പന മത്സരം കാണാനെത്തിയ KSU വിദ്യാർത്ഥികളെ യാതൊരു പ്രകോപനമില്ലാതെ തിരഞ്ഞെടുത്ത് KSUവിൽ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് തല്ലിച്ചതക്കുകയാണ്. പിന്നെ ഈ വേദിയിലല്ലാതെ എവിടെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കേണ്ടത്? അത്തരത്തിൽ വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിക്കുന്നതാണ് ഇവരുടെ. ഇപ്പോൾ KSU പ്രവർത്തകരും മത്സരത്തിനെത്തിയ വിദ്യാർത്ഥികളും തമ്മിൽ വലിയ വാക്കേറ്റം നടക്കുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല, വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. വിദ്യാർത്ഥികളുടെ കല ആസ്വാദിക്കേണ്ട അല്ലെങ്കിൽ കലാപ്രകടനങ്ങൾ നടക്കേണ്ട ഇടങ്ങളിൽ ഇത്തരം പ്രതിഷേധത്തിന് വേദിയാക്കരുതെന്നതാണ് ഇവരുടെ ആവശ്യം. ഇപ്പോൾ പ്രതിഷേധം ഇവിടെ SFI ആണോ അതോ KSU ആണോ പ്രതിഷേധം നടത്തുന്നതെന്ന് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ 11:30 മുതൽ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക. ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾ നേരെ ചോദിച്ചില്ല. 2 ടീമോടെ കളിക്കാനുള്ളൂ. ഈ ഇടയ്ക്കാണ് പ്രതിഷേധം നടത്തേണ്ടത്. സ്റ്റേജിൽ കളിക്കാൻ ഇതിലുള്ള പെമ്പിള്ളേർ കളിച്ചിട്ടാണ് ഈ പ്രതിഷേധം ഉണ്ടാക്കിയത്. നമ്മൾ 1.5 ദിവസം കൊണ്ട് മേക്കപ്പ് ചെയ്തിരിക്കണം, നമുക്ക് കളിക്കട്ടെ. എന്നാ പിന്നെ അവളുമാര് നേരത്തെ കയറാത്ത എന്താ? അവളുമാർക്കൊണ്ട് ഏത് ക്യാമ്പസാണ്, ഏത് കോളേജാണ് നിങ്ങൾ? കോളേജ് ക്യാമ്പസാണ്. ഇത്രയും ദിവസമായിട്ട് ഈ നിൽക്കുന്ന കളിച്ചു പോയതല്ല, നേരത്തെ കൊണ്ട് നടത്തിയില്ല. ഞങ്ങൾ കയറാൻ വരുന്നത് മാത്രം എന്തുകൊണ്ട് നടത്തി? ഇനി ഒരു 2 പ്രോഗ്രാമും കൂടെ ഞങ്ങൾ നടത്താനുള്ളൂ. ആ രീതിക്ക് ഈ കാട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കോൺഫിഡൻസ് തകർക്കാനാണ് വിചാരിക്കുന്നത്. എപ്പോ തുടങ്ങിയതാണ് ഈ മത്സരം? ഈ മത്സരം ഇന്ന് പുലർച്ചയ്ക്ക് തുടങ്ങിയതാണ് ഈ പരിപാടി. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വട്ടപ്പാട്ട് കഴിഞ്ഞ് പുലർച്ചെ 5 മണിക്ക് വട്ടപ്പാട്ട് കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ മേക്കപ്പ് ഇട്ട് കയറുക. ഇന്നലെ രാത്രി 10 മണി മുതൽ മേക്കപ്പ് ഇട്ട് ഇന്ന് ഈ നിമിഷം വരെ ഈ കോലത്തിലാണ് നിൽക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ആ രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ കളിക്കും? എത്ര മണിക്കൂറായി മേക്കപ്പ് ഇട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ 11:30 മേക്കപ്പ് ഇട്ട് നിൽക്കുക. ഒരു കഷ്ടമായിട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല.
ഇപ്പോൾ മത്സരം പുനരാരംഭിക്കുന്നു എന്ന അനൗൺസ്മെന്റ് സംഘാടക സമിതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ താൽക്കാലികമായി KSU പ്രവർത്തകരെ ഇവിടെ നിന്ന് അന്വയിപ്പിച്ച് നീക്കാനുള്ളൊരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ SFI പ്രവർത്തകർ ഈ ഉപരോധിക്കുന്ന KSU പ്രവർത്തകർക്കെതിരെ രംഗത്ത് വന്നതും ഒരു ഘട്ടത്തിൽ വലിയ വാക്കേറ്റത്തിനും തർക്കത്തിനുമൊക്കെ കാരണമായിരുന്നു. എന്നാൽ രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നതോടെയാണ് ഇപ്പോൾ സമരത്തിൽ ഒരു നേരിയ അയവ് വന്നിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ സാഹചര്യം പോലീസുകാരും KSU പ്രവർത്തകരും തമ്മിൽ കടുത്ത വാക്കേറ്റം തന്നെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. ഇതിൽ KSU ഉന്നയിക്കുന്ന വാദം ഒരുമിച്ച് ആക്രമിക്കുക ഇത് നോർമലായിട്ട് കേരള പോലീസിന് തോന്നുമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നില്ല. പോലീസിന്റെ കയ്യിൽ നിന്നാണ് അവന്മാർ വലിച്ചെടുത്തത്. പോലീസിന്റെ കയ്യിൽ നിന്ന് പല്ലിനും ചുണ്ടിനും മുഖത്തുമടക്കം സാരമായ പരിക്കേറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നതുമാണ് ഈ KSU പ്രവർത്തകർ പറയുന്നത്. തുടർന്ന് ഗവൺമെന്റ് ലോ കോളേജിലെയും ഗോപാൽ, ആ KSUക്കാർ പറയുന്നതിന് ആധാരമായ രീതിയിൽ അങ്ങനെ ഒരു മർദ്ദനം അവിടെ നടന്നിട്ടുണ്ടോ ഗോപാൽ? അത്തരത്തിലുള്ള മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ SFI KSU പ്രവർത്തകർ പ്രധാനമായും ആരോപിക്കുന്നത്. 2 പ്രവർത്തകർ അത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അത് സത്യമായ കാര്യം തന്നെയാണ്. രാവിലെ മാറിവാനിയസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഒപ്പന മത്സരം കാണാനെത്തിയ 2 വിദ്യാർത്ഥികൾ, അവർ മാറിവാനിയസ് കോളേജ് ഗവൺമെന്റ് ലോ കോളേജിലെ വിദ്യാർത്ഥികളാണ്, KSUവിന്റെ ഭാരവാഹികളാണ്. ഇവരെ തെരഞ്ഞു പിടിച്ച് ഈ വേദിക്ക് മുന്നിലിട്ട് ആക്രമിച്ചു എന്നതാണ് പ്രധാനമായും ഇവർ പറയുന്നത്. ഇപ്പോൾ ഒരു കാരണവുമില്ലാതെ ആക്രമിച്ചു എന്നാണോ ഈ KSUക്കാർ പറയുന്നത് പോലെ? ഒരു കാരണവുമില്ലാതെ കാണാൻ വന്നതിന് KSUക്കാരി ആയതുകൊണ്ട് മാത്രം ആക്രമിച്ചു എന്നുള്ളതാണോ? അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേറെ ഒരു നേരത്തെയുള്ള ക്ലാഷിന്റെ ഒരു അനന്തര നീക്കം എന്നുള്ള രീതിയിൽ കാണണോ? നിങ്ങളൊന്ന് പരിശോധിക്കണം. കൊല്ലം SNലെ ഇവരുടെ തന്നെ യൂണിയനിൽപ്പെട്ട വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് അടിച്ചു. വർക്കില്ല, നിങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ 2 വിദ്യാർത്ഥികൾ പല്ലുൾപ്പെടെ തകർന്ന് മെഡിക്കൽ കോളേജിലാണ്. അല്ല, പോലീസ് ഉദ്യോഗസ്ഥർ വരട്ടെ, ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഒരു ഉറപ്പ് തരട്ടെ, നടപടിയെടുക്കാമെന്ന് ഉറപ്പ്. അല്ലെ, പരിപാടി തടസ്സപ്പെടുത്തുന്നില്ല. പ്രവർത്തകർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു തരത്തിലുള്ള ആ പ്രകോപനപരമായ കാരണങ്ങളും KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. KSU ഭരിക്കുന്ന യൂണിയൻ ആയതിനാൽ ആ ക്യാമ്പസിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെ KSU പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് മർദ്ദിക്കുന്നു എന്നതാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെട്ട ആൾക്കാർ, വ്യക്തികളുടെ പേരുകളടക്കം, ആരൊക്കെയാണ് ഏതൊക്കെ SFI പ്രവർത്തകരാണ് ഈ മർദ്ദനത്തിൽ ഉണ്ടായിരുന്നത്, ആരാണ് മർദ്ദിച്ചത് എന്നതടക്കമുള്ള അവരുടെ ചിത്രങ്ങളും പേരുകളും അടക്കം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ KSU പ്രവർത്തകരുടെ ഉപരോധിക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്യുന്നത് വരെയും അവരെ പുറത്താക്കുന്നത് വരെയും അവർക്ക് നേരെ നിയമ നടപടി സ്വീകരിക്കുന്നത് വരെയും ഇത്തരത്തിൽ കേരള സർവകലാശാല കലോത്സവ വേദിയിലാണ് ഇപ്പോൾ സംഘർഷം. KSU SFI പ്രവർത്തകർ തമ്മിലുള്ള ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെ മത്സരം നിർത്തിവെച്ചുകൊണ്ടുള്ള മത്സരം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് KSU കടക്കുന്നു. അതിന് പിന്നാലെ ഈ മറ്റുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ഉണ്ടാകുന്നു. എന്തായാലും ഇപ്പോൾ മത്സരം പുനരാരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് ഗോപാൽ ശിലാസനൽ. നമ്മൾ വീണ്ടും